പ്രിയമുള്ളവരെ, ദിവികാനീശോ എന്തുമാത്രം വലിയ ദൈവാനുഗ്രഹങ്ങളിലൂടെയാണ് നമ്മളെ ഈ ദിവസങ്ങളിൽ നിന്നല്ല എല്ലാ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മൾ കേട്ട സാക്ഷ്യങ്ങൾ എത്ര അത്ഭുതകരമായ സാക്ഷ്യങ്ങളാണ്. 2% മാത്രമേ സാധ്യതയുള്ളെന്നൊക്കെ ഡോക്ടേഴ്സ് കൂടിച്ചേർന്ന് ഒരുമിച്ച് പറഞ്ഞെങ്കിലും കർത്താവ് പൂർണ്ണമായ സൗഖ്യമല്ലേ നൽകുന്നത്. അതുപോലെ മറ്റോരോരോ സാക്ഷ്യങ്ങൾ ഇവിടെ വായിച്ചതായാലും ദൈവത്തിന് ദിവികാനീശോയുടെ സന്നിധിയിൽ വരുന്ന എല്ലാവരും ഇങ്ങനെ അനുഗ്രഹിക്കും. നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇന്നലെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയായിരുന്നു. ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന 10 വഴികൾ. അതിലെ 6 കാര്യങ്ങൾ നമ്മൾ ഇന്നലെ മനസ്സിലാക്കി. എനിക്കറിയാം എല്ലാവർക്കും അത് നല്ലോണം ബോധ്യമായിട്ടുണ്ട്, അറിയാമെന്ന് ഇപ്പോൾ കാണാപ്പാഠം പഠിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നില്ല. എനിക്ക് ഇങ്ങനെ നമ്മളെല്ലാവരും പഠിച്ചിട്ടുണ്ടോ എന്ന് സംശയം ഉണ്ടെങ്കിലല്ലേ ചോദിക്കേണ്ട കാര്യമുള്ളൂ. എനിക്ക് യാതൊരു സംശയവും ഇല്ല, നല്ലോണം അറിയാവുന്ന എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ അത് ഏതൊക്കെയാണെന്ന് ചോദിക്കുന്നില്ല, ഞാനൊന്ന് പറയാം. ഉറക്കെന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഒന്നാമതായി പരിശുദ്ധാത്മാവ് നമ്മളെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമതായിട്ട് പാപത്തെക്കുറിച്ച് പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരുന്നു. മൂന്നാമത്തെ പ്രത്യേകത, നമ്മുടെ വിശ്വാസികളിൽ പരിശുദ്ധാത്മാവ് വന്ന് നിറയുന്നു, എന്നിട്ട് വസിക്കുന്നു. നാലാമതായിട്ട് പരിശുദ്ധാത്മാവ് വെളിപാടുകളുടെയും ജ്ഞാനത്തിൻ്റെയും ശക്തിയുടെയും ഉറവിടമാണ്. എന്നിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയ ഒരാൾക്ക് ഇങ്ങനെ ജ്ഞാനം, വെളിപ്പെടുത്തൽ നൽകുന്നു, ഒരാൾക്ക് വിശദീകരിക്കാൻ, ഒരാൾക്ക് സൗഖ്യത്തിൻ്റെ, അങ്ങനെ ഒത്തിരിയേറെ അനുഗ്രഹങ്ങൾ. അതാണ് 4. അഞ്ചാമതായിട്ട് പരിശുദ്ധാത്മാവ് നമ്മളെ എല്ലാവിധ സത്യങ്ങളിലേക്കും നയിക്കുന്നു, വരാനിരിക്കുന്ന സത്യങ്ങളിലേക്ക് നയിക്കുന്നു. ഇനി 6ാമതായിട്ട് നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചത്, പരിശുദ്ധാത്മാവ് വിശ്വാസികൾക്ക് ആത്മീയ സമ്മാനങ്ങൾ, സ്പിരിച്വൽ ഗിഫ്റ്റ്സ് നൽകുന്നു, ആത്മീയ സമ്മാനങ്ങൾ നൽകുന്നു. ഇനി 7ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് ക്രമം തെറ്റിയ ജീവിതങ്ങളെ ഒക്കെ ക്രമീകരിച്ച് നൽകുന്നു. അത് അങ്ങേയറ്റം പ്രധാനപ്പെട്ട ഒരു കാര്യമല്ലേ. ക്രമം തെറ്റി, വഴിതെറ്റി, ഒരു തരത്തിലുള്ള ഒരു ജീവിതത്തിന് ഒരു ഡിസിപ്ലിനും ഇല്ലാതെ ജീവിക്കുന്നവരെ, അതാണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ക്രമം തെറ്റിയ ജീവിതങ്ങളെ പരിശുദ്ധാത്മാവ് വന്ന് എല്ലാം ക്രമീകരിക്കും, അടുക്കും ചിട്ടയുമാക്കി തരും. ഇതിൻ്റെ ഏറ്റവും മനോഹരമായ സൂചന മാത്രമല്ല അത് നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിലാണ്. 1-ാം അധ്യായത്തിലെ 2-ാം വചനം. ഉൽപ്പത്തി 1-ാം അധ്യായം 2-ാം വചനം. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു, ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. എല്ലാ അർത്ഥവും എല്ലാ കാര്യങ്ങളും ഈ ഒരൊറ്റ വചനത്തിലുണ്ട്. ഭൂമി രൂപരഹിതവും ശൂന്യവും ആയിരുന്നു. അങ്ങനെയാണ് ചില ആളുകളുടെ ജീവിതം. ഒന്നിനും ഒരു അടുക്കും ചിട്ടയുമില്ല, ക്രമമില്ല. നമ്മൾ പറയല്ലേ, കണ്ടപടി ചന്തം, കണ്ട പോലെ ജീവിക്കുന്നു. ചിലവരൊക്കെ വീടുകളിൽ ചെന്നാൽ അങ്ങനെയാണ്. ഇപ്പോൾ വീട്ടിലുള്ള വസ്തുക്കളായാലും സാധനങ്ങളായാലും ഒരിക്കലും ഒരു അടുക്കും ചിട്ടയോടെ വയ്ക്കില്ല. സകലതും ഇങ്ങനെ കുഴഞ്ഞ് മറിഞ്ഞ്. ഈ ചക്കപ്പുഴുക്കുണ്ടാക്കിയിട്ടുണ്ടോ, ഉണ്ടാക്കിയോ എന്ന് ചോദിക്കേണ്ട, കഴിച്ചിട്ടില്ലേ എന്ന പോലെയാണ്. ആകപ്പാടെ എല്ലാം കുഴഞ്ഞു മറിഞ്ഞു കിടക്കും ജീവിതം. ആകപ്പാടെ ആത്മീയ ജീവിതം, കുമ്പസാരമില്ല, കുർബാനയില്ല, ജീവിതത്തിന് ഒരടുക്കും ചിട്ടയുമില്ല. ഇനി എപ്പോഴാണ് കിടക്കുന്നതെന്ന്, എപ്പോഴാണ് എഴുന്നേൽക്കുന്നതെന്ന്, എന്ത് ജോലിയാണ് ചെയ്യേണ്ടതെന്ന്, ഇനി ജോലി ചെയ്യുമ്പോഴോ കൃത്യതയോ, ആകപ്പാടെ എന്തോരം വീടുകളായി ഇങ്ങനെ തലകുത്തി മറിഞ്ഞ് വീണ പോലെ തകിടം മറിഞ്ഞ് കിടക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അപ്പം നമ്മുടെ വീടുകൾക്ക്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിന് ഒരു കൃത്യതയുണ്ടാകാൻ, ഒരടുക്കും ചിട്ടയുണ്ടാകാൻ, ഒരു വ്യക്തതയുണ്ടാകാൻ
പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. അതാണ് വചനം പറഞ്ഞ് ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആ രൂപമില്ലാത്ത അവസ്ഥയിലേക്ക്, ശൂന്യമായ അവസ്ഥയിലേക്ക് അപ്പോൾ ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചു. ആകപ്പാടെ അന്ധകാര നിബിഡമായ ജീവിതം. ആ സമയത്താണ് പ്രിയപ്പെട്ട വചനം പറയുന്നു, ദൈവത്തിൻ്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ഇതേ ആത്മാവ് ദൈവം ഉണ്ടാക്കിയ ഒരു പ്രതിമയിലേക്ക്, മനുഷ്യൻ്റെ രൂപത്തിലേക്ക് ദൈവം മനുഷ്യൻ്റെ അന്തരാളങ്ങളിലേക്ക് ആ രൂപയെ അയച്ചു. അങ്ങ് നിശ്വസിച്ചു. ഇതാ ആ മനുഷ്യന് ജീവൻ കിട്ടി. ഇതേ പരിശുദ്ധാത്മാവിനെ പുത്രനായ ഈശോ ശിഷ്യന്മാരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. ഉടനെ അവരിലെല്ലാം പരിശുദ്ധാത്മാവ് വന്നു നിറഞ്ഞു. അതാണ് പ്രിയപ്പെട്ടവരെ ക്രമമില്ലാത്ത ജീവിതം, അടുക്കും ചിട്ടയും ഇല്ലാത്ത ജീവിതം, വ്യക്തതയില്ലാത്ത ജീവിതം, ലക്ഷ്യബോധമില്ലാത്ത ജീവിതം. ഇങ്ങനെയുള്ള ജീവിതങ്ങൾക്കൊക്കെ ക്രമവും വ്യക്തതയും കൃത്യതയും ജീവിതത്തിനൊരു ലക്ഷ്യബോധവും ഒക്കെ കിട്ടാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. വളരെ ഉയർത്തി ഉറക്കെ തീഷ്ണതയോടെന്ന് പറഞ്ഞ് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈ യോഹന്നാന്റെ സുവിശേഷത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, ഈശോ മരിച്ച് ഉയർത്തതിന് ശേഷം ആ ശിഷ്യന്മാരും ഭയന്നിങ്ങനെ കതകടച്ച് ഭയപ്പെട്ടിരിക്കുമായിരുന്നു. അവരെ നടുവിലേക്ക് ഇറങ്ങിച്ചെന്ന് 2 പ്രാവശ്യം പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. അതാണ് പിന്നീട് സംഭവിച്ചത്. അത്യത്ഭുതമല്ലേ? അവർക്ക് ധൈര്യം കിട്ടി, തീഷ്ണത കിട്ടി. അതിനേക്കാളൊക്കെ ഉപരിയായി അവർക്ക് ജീവിതത്തിന് നല്ല ലക്ഷ്യബോധം കിട്ടി. കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കുക, വചനം പ്രഘോഷിക്കുക എന്നുള്ളതാണ് തങ്ങളുടെ ജീവിത ലക്ഷ്യമെന്ന് അവർക്ക് അവിടെ വെച്ച് ബോധ്യം വന്നു. അതുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ കർത്താവ് യേശുമിശിഹ കൃത്യമായും വ്യക്തമായും പറഞ്ഞു തരുന്ന ഒരു സത്യമാണ്, ജീവിതത്തിന് അടുക്കും ചിട്ടയും ക്രമവും വ്യക്തതയും ലക്ഷ്യബോധവും ഉണ്ടാകാൻ പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം. ഉറക്കെ പറയാം, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഇനി അടുത്തതായിട്ട് 8ാമതായിട്ട്, ഇത് നമ്മൾ 7ാമതായിട്ട് മനസ്സിലാക്കി. ഇനി 8ാമത്തെ കാര്യം, നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, നമുക്കായി മാധ്യസ്ഥം വഹിക്കും. എന്തോരം തരത്തിലുള്ള ബലഹീനതയുള്ളവരാണ് നമ്മൾ. അപ്പോൾ ഇതൊന്നും മാറിക്കിട്ടാനായിട്ട് ആ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. മാത്രമല്ല നമുക്കായിട്ട് പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. അതാണ് അതീവ വിശിഷ്ടമായ കാര്യം. അങ്ങനെ നമുക്കായി പ്രാർത്ഥിക്കാൻ, ഇപ്പം മക്കൾക്കായി പ്രാർത്ഥിക്കാൻ മാതാപിതാക്കളുണ്ട്. ഇനി ലോകജനതയ്ക്കായി പ്രാർത്ഥിക്കാൻ ഒത്തിരിയേറെ മധ്യസ്ഥ ഗ്രൂപ്പുകളുണ്ട്. എല്ലാ ദേവാലയങ്ങളും ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ. അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് മേലെയാണ് നിൽക്കുന്നത് നമുക്കായി, നമ്മുടെ ബലഹീനതയിൽ നമുക്കായി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധാത്മാവ്, നമുക്കായി മധ്യസ്ഥം വഹിക്കുന്ന പരിശുദ്ധാത്മാവ്. സന്തോഷത്തോടെ പറയാം, ഹല്ലേലൂയ ഹല്ലേലൂയ. ഈ ബലഹീനത എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം, തൊടുന്നതിനൊക്കെ പൊട്ടിത്തെറിക്കുന്ന പ്രകൃതം ഉണ്ടെങ്കിൽ പ്രിയപ്പെട്ടവർ, അങ്ങനെയുള്ളവർ എല്ലാ ദിവസവും രാവിലെ തന്നെ പ്രാർത്ഥിച്ചോ, പരിശുദ്ധാത്മാവേ എന്നെ ശക്തിപ്പെടുത്തണമെന്ന്. ഇപ്പം ഞാനീ പറയുന്ന അതേ വാക്ക് തന്നെ വേണമെന്നില്ല. നമുക്കറിയാവുന്ന വിധത്തിൽ നമുക്കറിയാവുന്ന വിധത്തിൽ അങ്ങനെ അങ്ങോട്ട് പ്രാർത്ഥിച്ചാൽ നമ്മളറിയാതെ തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഈ ദേഷ്യമെന്ന പ്രകൃതം വിട്ടുപോകും. ചിലപ്പോൾ നുണ പറയുന്ന സ്വഭാവമായിരിക്കും, കട്ടെടുക്കുന്ന ശീലമായിരിക്കും, വല്ലാത്ത മടിയും അലസതയുമായിരിക്കും. അങ്ങനെയുള്ള എന്തോരം പേരാണുള്ളത്. പ്രാർത്ഥിക്കണം എന്നും, പരിശുദ്ധാത്മാവെ എൻ്റെ മടിയൊന്നും മാറ്റിത്തരണമേ, പരിശുദ്ധാത്മാവെ അലസത മാറ്റിത്തരണമേ, പരിശുദ്ധാത്മാവ് നുണ പറയുന്ന എൻ്റെ ഈ നാവിനെ വിശുദ്ധീകരിക്കണമേ. ഞാനിങ്ങനെ ഓരോ വാക്ക് പറയുന്നു നമുക്കറിയാവുന്ന വിധത്തിൽ. പ്രിയപ്പെട്ടവരെ, ഉറപ്പിച്ചോ, ഇത് മാറ്റിത്തരും. നമ്മുടെ ബലഹീനതയിൽ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും.
നമുക്കായിട്ട് പരിശുദ്ധാത്മാവ് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നേ. എന്തോരം ബലഹീനതകളാണ് നമുക്കുള്ളത്. ഒന്നിങ്ങനെ നമ്മുടെ സ്വഭാവം നമ്മൾ നിരീക്ഷിച്ചാൽ അറിയാം. ഒരു 100 കാര്യങ്ങളിൽ വല്ലാതെ ബലഹീനതയുള്ളവരാണ്. അതൊന്നും മാറിക്കിട്ടാനായിട്ട് നിരന്തരം പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. വിദ്യാർത്ഥിനികൾക്കാണെങ്കിൽ ഈ മൊബൈൽ കണ്ടും അതിലത്തെ റീൽസ് കണ്ടും അതിലെ ഗെയിം കളിച്ചും ജീവിതവും ജന്മവും ലക്ഷ്യവും ഒക്കെ കളയുന്ന മക്കൾ നിരന്തരം പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണം, ഈ ഒരു അഡിക്ഷൻ മാറ്റിത്തരണമേ എന്ന്. ഉറപ്പിച്ചോ അത് മാറുക തന്നെ ചെയ്യും. കാരണം ഇത് വാക്കാണ്, ദൈവത്തിൻ്റെ കർത്താവിശ്വമിശിഹായുടെ വാഗ്ദാനമാണ്. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുമെന്ന്. ആ മനോഹരമായ വചനം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-27 വചനം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-27 വചനങ്ങളാണ്. ആ വചനം പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്കറിഞ്ഞുകൂടാ. എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇതിൽ കൂടുതൽ തെളിവ് എന്താ വേണ്ടേ? ഇതിൽ കൂടുതൽ തെളിവ് വേണം. വചനമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും. അല്ലാതെ എനിക്ക് ബലഹീനതയൊന്നുമില്ല, ഞാൻ വേണമെന്ന് വെച്ചാൽ എല്ലാം നിർത്താൻ, എല്ലാ ദുശീലവും നിർത്താൻ സാധിക്കും എന്ന് വീമ്പിളക്കുന്ന ആൾക്കാരുണ്ട്. ചിലർ പറയും ഇങ്ങനെ വന്ന് അഹങ്കാരമല്ല, അവരുടെ ഈ അതിയായ ആത്മവിശ്വാസം പറയുന്നതാണ്. ഞാൻ ആ തോമസിനെ പോലെയൊന്നുമല്ല, എനിക്ക് എപ്പോൾ വേണമെങ്കിലും മദ്യപാനം നിർത്താൻ പറ്റും. എന്നിട്ട് പറയും ഞാനിപ്പോൾ ഇത് ഇന്നലെ പോലും നിർത്തിയതാണ്. അത് എത്രാമത്തെ പ്രാവശ്യം? അത് 28ാമത്തെ പ്രാവശ്യമാണ് ഞാൻ നിർത്തിയത്. അതിൻ്റെ അർത്ഥം എന്നതാ? 28 പ്രാവശ്യവും ഇങ്ങനെ നിർത്തി അത് ലംഘിച്ചു, നിർത്തി അത് ലംഘിച്ചു. അതാണ് ബലഹീനത എന്ന് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ചില കാര്യങ്ങൾ തിന്മ വിട്ടുപേക്ഷിക്കാൻ നമ്മൾ സ്വയം പരിശ്രമിച്ചാൽ നടക്കില്ല. ആത്മാവിൻ്റെ കൂട്ടുപിടിക്കണം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടുപിടിക്കണം. ചിലപ്പോൾ ഇങ്ങനെ വാ തുറന്ന നാക്കെടുത്താൽ ഇങ്ങനെ കുറ്റം പറയുന്ന സ്വഭാവം, പരദൂഷണം പറയുന്ന പ്രകൃതം. ഒരു 10 പേരെക്കുറിച്ച് പറഞ്ഞാലേ ഒരു സമാധാനം കിട്ടുകയുള്ളൂ. അല്ല, അതൊക്കെ വെറുതെ തോന്നുക. ദിവസത്തിൽ ഒരാളെപ്പോലും ഒരു കുറ്റവും ഒരു പരദോഷവും പറയാതെ സന്തോഷത്തോടെ ജീവിക്കാൻ നമുക്ക് പറ്റുന്നേ. പരിശീലിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ ബലഹീനത എന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ സഹായം തേടണം. പരിശുദ്ധാത്മാവേ, ഇങ്ങനെ ഒരു ബലഹീനത എനിക്കുണ്ട്, ഒന്ന് മാറ്റി തരണം. അങ്ങ് പ്രാർത്ഥിച്ചോ, അങ്ങനെ തന്നെ സംഭവിക്കും. ഉറക്കെ വലതുകരം ഉയർത്തി ഒരുമിച്ചെന്ന് പറഞ്ഞ് ഹല്ലേലൂയ, ഹല്ലേലൂയ, തീഷ്ണതയോടെ പറയാ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ 8ാമതായി മനസ്സിലാക്കണം. പരിശുദ്ധാത്മാവ് നമ്മുടെ ബലഹീനതയിൽ നമ്മളെ സഹായിക്കും, നമുക്കായിട്ട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കും. നമ്മളതുകൊണ്ട് നല്ല ഉണർവോടെ സന്തോഷത്തോടെ തിരിച്ചറിയണം ഇത് സംഭവിക്കുന്നുണ്ടെന്ന്. ഇനി 9ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയിൽ പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ എന്നും നവീകരിക്കും, നിത്യജീവൻ തരും. എന്നും നവീകരിച്ച് കൊണ്ടിരിക്കും, പുതുക്കിക്കൊണ്ടേയിരിക്കും. എല്ലാ ദിവസവും നമുക്ക് അത് സിമ്പിളായിട്ട് ഈസിയായിട്ട് മനസ്സിലാകാൻ അങ്ങനെയാണോ? പാമ്പ് പടം പൊഴിക്കും. പാമ്പിൻ്റെ പടം എന്ന് പറഞ്ഞാൽ അത് ഇങ്ങനെ നിശ്ചിത കാലഘട്ടങ്ങളിൽ അത് ഉറ പോലെ അതിൻ്റെ ശരീരത്തിൽ നിന്നും അതിൻ്റെ തൊലി പോലെ ആ ആവരണം അങ്ങോട്ട് കളഞ്ഞുകൊണ്ടിരിക്കും. നിശ്ചിതമായ കാലഘട്ടങ്ങൾ അങ്ങനെയുള്ള ഇത് കണ്ടിട്ടില്ലേ? ചിലപ്പോൾ വല്ല വേലിയിലോ സ്ഥലത്തോ പറമ്പിലോ എവിടെയെങ്കിലുമൊക്കെ. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാകും, ഇതിലെ പാമ്പ് പോയിട്ടുണ്ട്, ഇവിടെ പാമ്പുണ്ടായിരുന്നു. അത് അതിൻ്റെ ശരീരത്തെ നവീകരിക്കുന്നതാണ്. അതിൻ്റെ ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന ഒരു കഴിവ്, എന്നും ശരീരം ഫ്രഷായിട്ടിരിക്കാൻ.
എന്ന പോലെ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു മനസ്സിലാകാൻ ഉള്ള ഒരു ഉദാഹരണം പറഞ്ഞു എന്നേ ഉള്ളൂ. പരിശുദ്ധാത്മാവ് നമ്മളെ നവീകരിക്കും. എന്നും ഉന്മേഷം, എന്നും തീഷ്ണത, എന്നും ചൈതന്യം, എന്നും അഭിഷേകം. പരിശുദ്ധാത്മാവ് നമ്മളെ ഇതുപോലെ നവീകരിക്കും. ഇതിൽ പരം നമുക്ക് എന്ത് വേണം? അങ്ങനെ നവീകരിച്ച് ചൈതന്യമുള്ളവരാക്കും. അല്ലെങ്കിലോ കുറേ നാൾ കഴിയുമ്പോഴത്തേനും അത് പ്രാർത്ഥനാ ജീവിതമായാലും വൈദിക ജീവിതമായാലും സന്യസ്ത ജീവിതമായാലും കുടുംബജീവിതമായാലും കുറേ കാലം കഴിയുമ്പോഴത്തേന് ആകെപ്പാടെ ഉണങ്ങി വരണ്ട് ചൈതന്യമില്ല, കെട്ടടങ്ങി ഉന്മേഷമില്ല. ഇങ്ങനെ ചിലവരുടെ മുഖമൊക്കെ കണ്ണ് കണ്ടാൽ ചത്ത മീനിൻ്റെ കണ്ണുപോലെയാണ്. ഒരു തെളിച്ചമില്ല, ഒരു വെളിച്ചമില്ല, ഒരു ജീവിതത്തിന് പ്രത്യാശയില്ല എന്ന പോലെയുള്ള വൈദികരുണ്ട്, സിസ്റ്റേഴ്സുണ്ട്, മാതാപിതാക്കളുണ്ട്, ദമ്പതികളുണ്ട്, ഒത്തിരി പേരുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് എന്നും പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാൻ അങ്ങ് തുടങ്ങിയാലുണ്ടല്ലോ, ഈ ആത്മാവ് നമ്മുടെ ശരീരത്തെ, നമ്മുടെ ബുദ്ധിയെ, ആന്തരാവയവങ്ങളെ എന്നും ഇങ്ങനെ നവീകരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയുള്ളവരുടെ മുഖത്ത് നോക്കുമ്പോഴോ എന്തെന്നില്ലാത്തൊരു പ്രകാശവും ഒരു പ്രസരിപ്പാണ്. കണ്ണുകൾക്കോ വല്ലാത്ത തെളിച്ചമാണ്. ഇതേ ആത്മാവ് നമ്മളെ നവീകരിക്കും. അതിനുവേണ്ടി നിരന്തരം മുടക്കം കൂടാതെ നമ്മൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം. അതാണ് നമ്മൾ കൃത്യമായിട്ട് റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 10-11 വചനം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 10-11 വചനം എങ്ങനെയാണ് പറയുന്നത്? നിങ്ങളുടെ ശരീരം പാപം നിമിത്തം മൃതമാണെങ്കിലും ക്രിസ്തു നിങ്ങളിലുണ്ടെങ്കിൽ നിങ്ങളുടെ ആത്മാവ് നീതി നിമിത്തം ജീവനുള്ളതായിരിക്കും. എന്നിട്ട് പറഞ്ഞു തരികയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുണ്ടെങ്കിൽ യേശു ക്രിസ്തുവിനെ ഉയർപ്പിച്ചവൻ നിങ്ങളുടെ മർത്യ ശരീരങ്ങൾക്കും നിങ്ങളിൽ വസിക്കുന്ന തൻ്റെ ആത്മാവിനാൽ ജീവൻ പ്രദാനം ചെയ്യും. അതാണ് ചത്ത മീനിൻ്റെ കണ്ണുപോലെ മൃതമായിരിക്കുന്ന നമ്മുടെയൊക്കെ മുഖഭാവങ്ങളെ, നമ്മുടെയൊക്കെ ജീവിതങ്ങളെ, വിധങ്ങളെയൊക്കെ ഈ ആത്മാവ് നവജീവൻ തന്ന് പ്രകാശിപ്പിക്കും, ചൈതന്യവത്താക്കും, ഉന്മേഷവും തീഷ്ണതയും ഉള്ളവരാക്കും. വലതുകര ഉയർത്തി ഉറക്കെ പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് പ്രിയപ്പെട്ടവരെ, നമ്മൾ കുറേയധികം മുഖക്കാന്തി വർദ്ധിപ്പിക്കാനായിട്ട് അങ്ങനെയുള്ള ഈ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ മേടിക്കണമെന്നില്ല. മുഖശോഭ, മുഖക്കാന്തിയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഏറ്റവും ഉപകാരപ്രദമായ, ഏറ്റവും ശക്തമായ മാർഗമാണ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ആത്മാവിനെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. കർത്താവ് നമ്മുടെ മുഖത്തെ, നമ്മുടെ കണ്ണുകളെ, നമ്മുടെ ശരീരത്തെ, നമ്മുടെ ചിന്തകളെ, നമ്മുടെ ആന്തരാവയവങ്ങളെ പ്രസന്നവദനമാക്കും, ചൈതന്യവത്താക്കി തീർക്കും. സന്തോഷത്തോടെ വലതുകൈ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അതിന് നമ്മൾ അങ്ങ് പ്രാർത്ഥിക്കണം. നിരന്തരം പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. ഇനി നമ്മൾ മനസ്സിലാക്കിയാണ്, നമ്മൾ 9ാമത്തെ മനസ്സിലാക്കി, പരിശുദ്ധാത്മാവ് എന്നും നമ്മളെ നവീകരിക്കും, പുത്തൻ ജീവൻ തന്ന് നമ്മളെ അനുഗ്രഹിക്കും. ഇനി 10ാമത്തെ കാര്യം, പരിശുദ്ധാത്മാവ് നമ്മളെ നിരന്തരം വിശുദ്ധീകരിക്കും. നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കും. ആദ്യം വിശുദ്ധീകരിക്കും, എന്നിട്ടോ നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തരാക്കും. അപ്പോൾ ആദ്യം ചെയ്യുന്നത് വിശുദ്ധീകരിക്കുകയാണ്. നമ്മളൊരു ഗ്ലാസ്സിൽ വെള്ളമോ കാപ്പിയോ ചായയോ ഒഴിക്കാനായിട്ട് ഒരുങ്ങുമ്പം ആദ്യം ആ ഗ്ലാസ് കഴുകും, വൃത്തിയാക്കും. എന്നിട്ടേ അതിൽ ചായ എടുക്കുള്ളൂ, കാപ്പി എടുക്കുള്ളൂ, എന്ത് സാധനമായാലും എന്ന പോലെ പരിശുദ്ധാത്മാവ് ആദ്യം നമ്മളെ അങ്ങോട്ട് വിശുദ്ധീകരിക്കും. നമ്മുടെ ചിന്ത, നമ്മുടെ കണ്ണ്, നമ്മുടെ ശരീരം, നമ്മുടെ ഹൃദയം, നമ്മുടെ ആന്തരാവയവങ്ങൾ, അങ്ങനെ ശരീരം ആകപ്പാടെ അങ്ങോട്ട് കഴുകി വെടുപ്പാക്കി വിശുദ്ധീകരിക്കും. അതിനുശേഷമേ ഈ
ചായ കാപ്പി ഗ്ലാസ്സിലൊഴിക്കുന്ന പോലെ നമ്മുടെ ജീവിതത്തിലേക്ക് ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ കൊണ്ട് നമ്മളെ നിറയ്ക്കും. അപ്പം നമ്മൾ നല്ല കുമ്പസാരം നടത്തണം, തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. എന്നാലേ പ്രിയപ്പെട്ടവരെ ഈ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു നിൽക്കുകയുള്ളൂ. അല്ലാതെ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടിയാൽ നടക്കില്ല. അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ ഏഴാമതായിട്ട് മനസ്സിലാക്കിയത്, ഒരു ക്രമവും അടുക്കും ചിട്ടയും ജീവിതത്തിന് വേണം. അതിനായി ആത്മാവിനെ വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22-25 വചനങ്ങൾ എത്ര മനോഹരമായിട്ടാണെന്ന് പറഞ്ഞു തരുന്നത്. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 22 ഓൺവേഴ്സ്. ആത്മാവിൻ്റെ ഫലങ്ങൾ, ഈ ഫലങ്ങളാണ് കേട്ടോ നമ്മുടെ ഉള്ളിൽ നിറയാൻ പോകുന്ന പരിശുദ്ധാത്മാവ് തരുന്നത്. സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. നമ്മൾ ആത്മാവിലാണ് ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം. ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് ആദ്യം നമ്മളെ അങ്ങോട്ട് വിശുദ്ധീകരിക്കും, എന്നിട്ട് അതീവ ഹൃദ്യമായ അമൂല്യമായ ഈ ഫലങ്ങൾ, സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസ്തതയും സൗമ്യതയും ആത്മസംയമനവും പരിശുദ്ധാത്മാവ് നമുക്ക് തരും. സന്തോഷത്തോടെ വളരെ ഉയർത്തി പറഞ്ഞ് ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇത് നിസ്സാര കാര്യമല്ല എന്ന് നമുക്ക് മനസ്സിലായി. ഒരു വ്യക്തിയിൽ, ഒരു വിശ്വാസിയിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്ന 10 വിധങ്ങൾ നിസ്സാര കാര്യമല്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അതിനെന്താ ചെയ്യേണ്ടത്? ചെയ്യേണ്ടത് നിസ്സാരമാണ്. ഇന്നത്തെ ആമുഖ വചനം കേട്ടതുപോലെ തന്നെയാണ്. നമ്മൾ പരിശുദ്ധാത്മാവിനെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. ബാക്കി മുഴുവൻ സമയാസമയങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർത്ത് തരും. നമ്മൾ അങ്ങോട്ട് വിളിച്ച് പ്രാർത്ഥിച്ചാൽ മതി. എല്ലാ കാര്യങ്ങളും സമയാസമയങ്ങളിൽ ആത്മാവ് ചേർത്ത് തരും.